തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഞാൻ ബ്രദർ ജോസ് പുലിക്കോട്ടിലാണ്. മംഗളവാർത്ത ധ്യാന ടീമിലെ ഒരു അംഗമാണ്. ഞങ്ങളുടെ ധ്യാനങ്ങൾ പല ഇടവകളിലും രൂപതയിലെ പല ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അനേക തവണ ഞങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഇപ്പോൾ ഈ ജൂൺ മാസം മുതൽ പഴയന്നൂര് കല്ലംകുളം നോർബട്ടൺ ധ്യാന കേന്ദ്രത്തിൽ 48 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന ഒരു റൂഹാഭിഷേക ധ്യാനം അവിടെ ആരംഭിക്കുകയാണ്. അതിൽ മക്കളില്ലാത്ത ദമ്പതിമാർ, ജോലി ലഭിക്കാത്തവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിവാഹം കഴിയാത്തവർ, കടബാധ്യതയുള്ളവർ, രോഗികളായിട്ടുള്ള വ്യക്തികൾ, അശരണരായിട്ടുള്ളവർ, അനാഥര്, വിധവകൾ, ഇങ്ങനെ ആർക്കും പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ തക്ക ഒരു എളിയ ധ്യാനം ഞങ്ങളവിടെ ആരംഭിക്കുകയാണ്. വരുന്ന എല്ലാവർക്കും കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. കുർബാന, കുമ്പസാരം, ആരാധന, ആന്തരിക സൗഖ്യ ക്ലാസ്സുകൾ 13 ക്ലാസ്സുകളുണ്ട്. 48 മണിക്കൂറിൽ 13 ക്ലാസ്സുകളുണ്ട്. അങ്ങനെ നല്ലൊരു ധ്യാനം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. സാധിക്കാവുന്ന വ്യക്തികൾക്ക് ആ ധ്യാനത്തിൽ പങ്കെടുക്കാം. അനുഗ്രഹം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഇപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയാണ്. ഇന്ന് അനേക ഭാര്യ ഭർത്താക്കന്മാര് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. ആണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം. ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് മരുന്നുകളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കുഞ്ഞുണ്ടാകുന്നില്ല. വചനത്തിൽ പറയുന്നത് ഇതാണ്: മരുന്നോ ലേപന ഔഷധമോ അല്ല രോഗികളെ സുഖപ്പെടുത്തുന്നത്, കർത്താവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിയുന്ന സമയത്ത് ചെറുക്കന് ജോലിയായിരിക്കാം, പെൺകുട്ടി അത് പഠിക്കുകയോ നഴ്സിംഗിന് പഠിക്കുകയായിരിക്കാം. അപ്പോ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് അമ്മ പറയും, മോളെ നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടൊക്കെ മതിയിട്ട ഉണ്ണീനെ ആഗ്രഹിക്കില്ലേ, അതുവരെയൊക്കെ ഭർത്താവിനോട് പറഞ്ഞിട്ട് നിർത്തിക്കോളാം. ശരിയമ്മേ, ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ ആദ്യ രാത്രിയില് ഇവര് പറയാണ്, ചേട്ടാ ഞാൻ ഇപ്പൊ 2ാം കൊല്ലമായിട്ടുള്ള നഴ്സിങ്ങിന്, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണി മതി. അവന് ഭാര്യനെ കിട്ടിയ സന്തോഷത്തില് അവനങ്ങോട്ട് സമ്മതിക്കും. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ 2 പേർ യോജിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും തരാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒന്നായി തീരുകയും ചെയ്യുമെന്നും വചനം പറയുന്നുണ്ട്. ഇവർ 2 പേരും ഏക മനസ്സോടെ പറയാണ്, ഞങ്ങൾക്കിപ്പോ ഉണ്ണി വേണ്ട, ഭാര്യയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഉണ്ണി ഉണ്ടായാൽ മതി എന്ന് ഇവർ പറയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവര് ദൈവമായി, ദൈവം ഒരു പാവപ്പെട്ടവരായി. പ്രിയപ്പെട്ടവരെ, ഉദരഫലം ദൈവത്തിന്റെ ഒരു സമ്മാനമാണ്, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോ നമ്മൾ പറയുമ്പോൾ കേൾക്കാനുള്ളവരല്ല ദൈവം, ദൈവം പറയുന്നത് കേൾക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്.